Hi friends, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച മൂന്നാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിൽ കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തരികയും ചെയ്യും, 4 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം ഇതിൽ നിങ്ങൾ വീഡിയോ കണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എക്സാം എഴുതുന്ന നിങ്ങളുടെ എല്ലാ എക്സാമും ഏത് PSCയുടെ ഏത് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. നമ്മളതിൽ പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. കഴിഞ്ഞ വീഡിയോസിൽ രണ്ടാമത്തെ വീഡിയോയിൽ മൊത്തം മൂന്നാമത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് കാണാത്തവർ തീർച്ചയായും ആ ഒരു വീഡിയോ കാണാം, ആദ്യത്തെ വീഡിയോയും കാണാം. എല്ലാ വീഡിയോയും വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. 3 പുരുഷന്മാർ 4 ആൺകുട്ടികൾ ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ 2 പുരുഷന്മാർ 4 ആൺകുട്ടികളും ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 3 പുരുഷന്മാർ 4 ആൺകുട്ടികൾ ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും 6 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിയത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3 പുരുഷന്മാർ 4 ആൺകുട്ടികളാണ് മനസ്സിലാക്കുക. ഇവിടെ 3 പുരുഷന്മാർ 4 ആൺകുട്ടികൾ, 3 മെൻ പ്ലസ് 4 ബോയ്. ഒരു ജോലി ചെയ്ത് തീർക്കാൻ 8 ദിവസം വേണ്ട. ഒരു ജോലി തീർക്കാൻ 8 ദിവസം വേണ്ട. അപ്പോൾ അവർ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒന്ന് 1/8 ആയിരിക്കും. അടുത്ത 4 പുരുഷന്മാർ പ്ലസ് 4 ബോയ് ചെയ്യാൻ വേണ്ട എത്രയാണ്? 6 ദിവസം കൊണ്ടാണ്. അത് 1/6 ആയിരിക്കും അവർ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. ഇതിൽ നമുക്ക് ഒരു പുരുഷന്റെ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ബോയ്സ് മാറുന്നില്ല, ഇവിടെ പുരുഷന്മാർ മാത്രമേ മാറുന്നുള്ളൂ. 3 പുരുഷന്മാർ എന്നത് 4 പുരുഷന്മാരായി. അപ്പോൾ നമുക്ക് ഒരു പുരുഷന്റെ കാണാൻ 1 മെന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത്? 4 മെന്നിൽ നിന്നും 3 മെന്ന് കുറച്ചാൽ മതി. അപ്പോൾ 1/6 മൈനസ് 1/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഒരു പുരുഷന്റെ ഒരു ദിവസം ചെയ്യുന്ന ജോലി കിട്ടും. അപ്പോൾ 8 മൈനസ് ഇവിടെ 8 മൈനസ് 6 ഡിവൈഡ് ബൈ 6 × 8 എത്രയാണ്? 48 കിട്ടുന്ന എത്രയാണ്? 2/48. 2/48 എന്ന് പറഞ്ഞാൽ 1/24. അപ്പോൾ ഒരു പുരുഷന്റെ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 1/24 ആണ് ചെയ്യുന്ന ജോലി. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് കാണേണ്ട എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ കാണാനുള്ള രീതിയാണ് എന്ത്? 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും നമ്മോട് ചോദിച്ചത്. 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. അത് എത്രയാണ്? ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 1/8 ആണ് അവർ ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു പുരുഷൻ്റേത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പുരുഷന്മാരുടെയും 4 ആൺകുട്ടികളുടെയും ജോലി കിട്ടൂലേ? ഇപ്പം മൈനസ് ഇവിടെ ഒരു പുരുഷന്റെ ജോലി എത്രയാണ്? 1/24 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചെയ്യുന്ന വർക്ക് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? ക്രോസ് ചെയ്യുക, മൈനസ് ചെയ്യാൻ വേണ്ടി. 24 മൈനസ് 8 ഡിവൈഡ് ബൈ 8 × 24 എത്രയാണ്? 192. അപ്പോൾ കിട്ടുന്നത് 24 8 പോയാൽ 16. 16/192 കിട്ടും. 192ൽ 16 എത്ര പ്രാവശ്യമാണ്? 12 പ്രാവശ്യമാണ്. അപ്പോൾ 1/12 കിട്ടും. എത്ര ദിവസം കൊണ്ട് തീർക്കുക? 12 ദിവസം കൊണ്ടാണ് അവർ ആ ജോബ് ചെയ്ത് തീർക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ 8 ദിവസം കൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ 1/8 ആയിരിക്കും. 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും ചെയ്യുന്നത് 6 ദിവസം കൊണ്ടാണ്. അപ്പോൾ അവരുടെ ജോലി, ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1/6. ഇവിടെ പറഞ്ഞത് ഒരു പുരുഷന്റെ, ഇവിടെ ആൺകുട്ടികൾ മാറുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പുരുഷന്റെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? 4 മെന്നും 4 ആൺകുട്ടികളിൽ നിന്നും മൈനസ് 3 മെൻ മൈനസ് 3, ആ 3 മെന്നും അതുപോലെ 4 ആൺകുട്ടികളുടെയും മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1/6 നിന്നും 1/8 മൈനസ് ചെയ്യുമ്പോൾ 1/24 കിട്ടുന്നു. ആ 1/24 എന്ന് പറയുമ്പോൾ ഒരാളുടെ, ഒരു പുരുഷന്റെ ജോലിയാണ്, ഒരു ദിവസം ചെയ്യുന്ന ജോലിയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 പുരുഷന്മാരുടെയും 4 ആൺകുട്ടികളുടെയും കിട്ടണം. ഇവിടെ നമുക്ക് 3 പുരുഷന്മാരുടെയും 4 ആൺകുട്ടികളുടെയും തന്നിട്ടുണ്ട്. 8 ദിവസം തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു പുരുഷന്റെ കുറച്ചാൽ മതി. അതാണ് 1/8 നിന്ന് 1/24 കുറച്ചത്. അത് നമുക്ക് കിട്ടിയത്
16/192 കിട്ടിയത്. 16/192 പറഞ്ഞാൽ 16 192 എത്ര പ്രാവശ്യമാണ്? 12 പ്രാവശ്യം. അപ്പോൾ 1/12 കിട്ടും. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് മൊത്തം ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞ് 12 ദിവസം കൊണ്ടാണ് അവർ ആ ജോലി ചെയ്ത് തീർക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതായത് ക്വസ്റ്റ്യൻ 3000 രൂപയ്ക്ക് 2 വർഷത്തെ സാധാരണ പലിശ 240 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നാണ് ചോദിച്ചത്. 3000 രൂപയ്ക്ക് 2 വർഷത്തേക്ക് സാധാരണ പലിശ 240 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? പലിശ നിരക്കാണ് ചോദിച്ചത്. ഇവിടെ സാധാരണ പലിശയും കൂട്ടുപലിശ, 2 പലിശയുണ്ട്, സാധാരണ പലിശയുണ്ട്, കൂട്ടുപലിശയുണ്ട്. അപ്പോൾ സാധാരണ പലിശയോട് ചോദിച്ചത്, സാധാരണ പലിശ ആകുമ്പോൾ 2 വർഷത്തേക്കാണ് 240 എങ്കിൽ 1 വർഷത്തേക്ക് എത്രയായിരിക്കും? അത് നേർ പകുതി 120. അപ്പോൾ 120 രൂപയാണ് 1 വർഷത്തേക്ക്. അപ്പോൾ അതിൻ്റെ പലിശ നിരക്ക് കാണാം. 120 രൂപ എന്നുള്ളത് 3000-ൻ്റെ എത്ര ശതമാനം എന്ന് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ കാണാം 120 × 100/3000. ഇപ്പോൾ 2 0 കട്ട് ചെയ്ത് ഇവിടെ ഒരു 0 അത് കട്ട് ചെയ്ത് 12-ൽ 3 എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം. അപ്പോൾ എത്ര പെർസെൻറ്റാണ്? 4%. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം. 4% പലിശ നിരക്ക്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ 1200 രൂപ മുടക്കി ഒരു പശുവിനെ വാങ്ങി അതിനെ 1600 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതൽ 100% ആയിരിക്കും എപ്പോഴും കോസ്റ്റ്. അത് എത്രയാണ്? 1200 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്. അദ്ദേഹം അത് ലാഭത്തിൽ വിൽക്കുക എന്ന് പറയുമ്പോൾ ആ കോസ്റ്റിനേക്കാൾ കൂടുതൽ വിൽക്കുന്നത്. അപ്പോൾ 1200 രൂപയുള്ള സാധനം 1600 വിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം എത്രയായിരിക്കും? അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ 1600 മൈനസ് 1200 എത്രയാണ്? 400 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ലാഭം. അപ്പോൾ 400 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ലാഭം. ആ 400 രൂപ എന്നുള്ളത് കോസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് നോക്കിയാൽ മതി. 400 രൂപ എന്നത് ഇവിടെ 1200-ന് എത്ര ശതമാനം നോക്കാം? 400 × 100/1200 നോക്കാം. അപ്പോൾ നമുക്ക് എത്ര ശതമാനം കിട്ടും? ഇവിടെ 40, ഇവിടെ 12, 4 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം. 100/3 എത്രയാണ്? 33, 1/3%. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് 33, 1/3% ആണ് അദ്ദേഹത്തിൻ്റെ ലാഭമായിട്ട് വരുന്നത്. 100/3 വരുന്നത്. അപ്പോൾ 33, 1/3%. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാം ഇവിടെ 400 എന്ന് പറയുന്നത് എത്ര ശതമാനം നോക്കിയാൽ നമുക്ക് ഒന്ന് തന്നെ അറിയാം. 1200-ന്റെ 10% എന്ന് പറഞ്ഞാൽ 120 ആണ്. 20% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 240. ആ രീതിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെ 33, 1/3% ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു 100.05-ന്റെ 40 × 1/5 എത്ര? അപ്പോൾ 100.05 അതിൻ്റെ 40 × 1/5 എത്ര? അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ 5 40 എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം. അപ്പോൾ 100 × 8 ചെയ്താൽ മതി. 100 × 0.5 100.05 × 8. അങ്ങനെയല്ല, 100.05 × 8. അപ്പോൾ എത്ര കിട്ടുന്നത്? 100 × 8 എത്രയാണ്? 800 കിട്ടുന്നത്. 8 × 0.5 എത്രയാണ്? 0.40. 800.040 ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ആയി നമുക്ക് മുമ്പ് തന്നിരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ തന്നത്. ഇനി 4 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 4 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. m⁴ a⁴b into m⁴b⁴ a is equal to m² ആയാൽ ab എത്ര? m⁴a⁴b into m⁴b⁴ a is equal to m² ആയാൽ ab എത്ര എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 4 സംഖ്യകളുടെ ശരാശരി 10 ആണ്. 5, 9 എന്നീ സംഖ്യകൾ ഉൾപ്പെടുത്തിയാൽ പുതിയ ശരാശരി എത്ര? 4 സംഖ്യകളുടെ ശരാശരി 10 ആണ്. 5, 9 എന്നീ സംഖ്യകൾ ഉൾപ്പെടുത്തിയാൽ പുതിയ ശരാശരി എത്ര? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2.22 പ്ലസ് 222 പ്ലസ് 2.2 മൈനസ് 0.002 ഈക്വൽ ടു. അത് കൂട്ടുകയാണ്. തമ്മിൽ എത്രയാണ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദ്യം. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? 0.02-ന്റെ ക്യൂബ് എത്ര? 0.02 ക്യൂബ് എത്രയാണ് ചെയ്താൽ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരം 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ തരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷനുമായി, ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.